ബജറ്റ് പ്രസൻറ്റേഷന് ശേഷം ബാലഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉയരുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു പിന്നെ അടിസ്ഥാനരഹിതമായ ഒരു പറച്ചിലല്ലേ, ഈ കണക്ക് പറച്ചിലല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ്. അത് കൺവിൻസിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം കൊച്ചിയിൽ ഹൈഡ്രജൻ ഹബ്ബ് വരുന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 25,000 കോടിയുടെ നിക്ഷേപം വരുമെന്നാണ് പിന്നെ ബാലഗോപാൽ പ്രതീക്ഷിക്കുന്നത്. ഒരു വർഷത്തെ കാര്യമാണ്. അതുപോലെ ടൂറിസം മേഖലയിൽ 10,000-ഓളം മുറികൾ അടിയന്തരമായി വേണ്ടിവരും. അത്തരത്തിലൊരു വലിയ നിക്ഷേപം വരാനിരിക്കുന്നു. അതേപോലെ 10,000 കോടി രൂപയുടെ ലൈഫ് പദ്ധതി 2 വർഷം കൊണ്ട് നടപ്പാക്കും എന്നാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് മേഖലയിലേക്ക് 10,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ എക്കണോമി വളരെ ഊർജിതമാകും എന്ന് പറയുന്നു. പിന്നെ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട സോണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന 10,000 കോടി രൂപ. അത് മാത്രമല്ല ഈ രീതിയിൽ വരുമ്പോൾ നമ്മളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന മറ്റ് ഡെവലപ്മെൻറ്റ് സോണുകൾ കൂടി വരുമ്പോൾ ഇത്തരത്തിൽ ഈ 3 ലക്ഷം കോടി രൂപ കൃത്യമായി അക്കൗണ്ടിലേക്ക് വരും എന്നല്ല, ഒരു ഔട്ട്ലേ ആണ്. ആ ഔട്ട്ലേയിൽ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് ഉണ്ണിപ്രകാശൻ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു സ്വകാര്യ വ്യക്തി നിങ്ങളിൽ നിക്ഷേപം നടത്തുക, നിങ്ങളത് കാണിച്ചു കൊടുക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവിന് പിന്നാലെയാണ് സ്വകാര്യ മേഖല എത്തുന്നത്. അവിടെ സർക്കാർ 8,000 കോടിക്കടുത്ത് അവിടെ മുടക്കുകയാണ്. 4,600 കോടി രൂപ ഇനി മുടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ഔട്ട്ലേയുടെ കൂടെ വരുന്നതാണ്. അങ്ങനെ ഒരു വർഷം മുഴുവൻ കേരള സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 14,000 കോടിയാണെന്നേ. ആ 14,000 കോടി വെച്ചുകൊണ്ട് ഇതുവരെയും വലിയ രീതിയിലുള്ള നിക്ഷേപം സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 15,000 കോടിയാണ് ഇനി വരുന്ന സാമ്പത്തിക വർഷം ക്യാപിറ്റൽ ഔട്ട്ലേ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് അത് മറ്റ് സ്വകാര്യ വ്യക്തികളെ ആശ്രയിക്കാൻ കഴിയുക എന്നതാണ് എൻ്റെ ചോദ്യം. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ വിഴിഞ്ഞം ഹബ്ബൊക്കെ ഉണ്ടാവുക, ആ വിഴിഞ്ഞം ഹബ്ബ് ഒരു ടൗൺഷിപ്പായി തീരുക. 50 കിലോമീറ്റർ പരിസരത്താണ് വിഴിഞ്ഞത്തിൻ്റെ ടൗൺഷിപ്പ് വരാൻ പോകുന്നത് എന്നാണ്. തീർച്ചയായും അതൊരു വലിയ വികസന സാധ്യതയാണ്. ഞാനതിനെ നെഗറ്റീവായിട്ട് കാണുന്നത്. അതിൻ്റെ ഫ്രൈറ്റ് മൂവ്മെൻ്റ് ഒന്ന് ആലോചിച്ചു. ഫ്രൈറ്റ് മൂവ്മെൻറ്റ് വളരെ വലുതായിരിക്കും. ഫ്രൈറ്റ് മൂവ്മെൻറ്റിന് വേണ്ടി തന്നെ ഈ 6 വരിപ്പാത നിർബന്ധമായും വേണ്ടി വരും. മുതലപ്പുഴയിലടക്കം വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഇത് വരാൻ പോകുന്നു, പോർട്ട് വരാൻ പോകുന്നു. അതെ, കേരളത്തിന്റെ ഇക്കോണമിയെ അടിമുടി മാറ്റുന്നൊരു സംഭവമായിട്ട് വിഴിഞ്ഞം മാറും. റിഫ്ലക്ഷൻ ഉണ്ട്, വിഴിഞ്ഞത്തിന് പ്രതിഫലനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെ വളരെ മാതൃകാപരമായി കാണണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ അവിടെയാണ് ഈ ചൈന ഡെവലപ്മെന്റ് സോൺ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. അവിടെയാണ്, അതാണ് വിഴിഞ്ഞം ഹബിന്റെ മേഖലയിലായിരിക്കും ചൈന ഡെവലപ്മെന്റ് സോൺ വരിക. ഡെങ് സിയോപിങ് പറഞ്ഞിട്ടില്ലേ, പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി. ആ നിലപാടിലേക്ക് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. Meet the editors.